ഹേയ് ഗായ്സ് വാട്ട്സാപ്പ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് പിന്നെ തിരിച്ചു വന്ന് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ വിചാരിക്കുക ന്യൂ ഇയർ ഒന്നും കഴിഞ്ഞില്ലേ എന്നൊരു ഇതുണ്ടാവും. അതൊന്നുമല്ല, ഞാൻ ഇന്നലെ പോയില്ലേ, ദുബായിക്ക് പോയില്ലേ, അതിൻ്റെ എക്സ്പെൻസ് എത്രയായെന്നാണ് നിങ്ങളോട് ഞാൻ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെൻസ് എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കുറച്ച് ബില്ലൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മൊത്തത്തിൽ നമ്മൾ രാവിലെ ഇവിടെ നിന്ന് ഷാർജയ്ക്ക് പോയത് ഇവിടെ നമ്മളെ കമ്പനിയിലെ ഒരാളാണ് നമ്മളെ കൊണ്ടാക്കി തന്നെ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ ഷാർജ ടു കരാമ വരെ ഒരു ബസ് കയറി. അതിന് 12 ദറംസായി. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കരാമയിൽ ചെന്നിട്ട് ഫുഡ് കഴിച്ച്. നിങ്ങൾ കണ്ടല്ലോ, ഈ വീഡിയോ കാണാത്തവർക്ക് ഇത് മനസ്സിലാവില്ല. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് കണ്ടിട്ട് വന്നിട്ട് ഇത് കാണുക, എങ്കിലേ ഇത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെ കരാമയിൽ പോയി ഞാനും സുബീഷേനും കൂടി ഫുഡ് കഴിച്ചില്ലേ, അത് 45 ദറംസായി. അത് നമ്മുടെ സുബീഷേട്ടനാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ നമ്മൾ രണ്ടാമത് പേയ്മെൻറ്റ് ചെയ്തത് ആ 45 ദറം സുബീഷേട്ടൻ കൊടുത്ത്. പിന്നെ നമ്മൾ മെട്രോ കാർഡ് നോൾ കാർഡ് അത് പേ ചെയ്ത്, അത് 30 ദറംസ്, അത് എൻ്റെ കാർഡിൽ നിന്നാണ് പേ ചെയ്തത്. അതിൻ്റെ ബില്ല് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ പോയില്ലേ, ബുർജ് ഖലീഫയിൽ പോയപ്പോൾ ഒരു കോഫി കുടിച്ചു മാക്ഡോൾസിൽ നിന്ന്, അത് 14 ദറംസായി. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് സബിൽ പാർക്കിൽ കയറി, അതിനൊരു 5 ദറംസ് ടിക്കറ്റിനായി. പിന്നെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചായിരുന്നു ചെറിയ ബോട്ടിലൊക്കെ, അതൊരു 3 ദറംസായി. പിന്നെ നമുക്ക് കാസിം ഭായിയാണ് ചായ വാങ്ങിച്ചത്, അതും പുള്ളിയാണ് ചായ വാങ്ങിച്ചത്. ഫുഡ് വാങ്ങിച്ചതും കാസിം ഭായിയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സുബീഷേനെ മീറ്റ് ചെയ്തപ്പോൾ രാത്രി വന്ന് ആ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, ഇതിൽ കാണിച്ചിട്ടില്ല. അതും കൂടി ആകുമ്പോൾ എക്സ്ട്രാ ഒരു 20 ദറംസ് കൂടി വരും കേട്ടോ. ടോട്ടലി നമുക്ക് ചിലവായിട്ടുള്ള 173 ദറംസാണ്. 173 ദറംസാണ് സ്പെൻഡ് ആയിട്ടുള്ള ദുബായി പോയത്. അതിൽ 45 ദറംസ് സുബീഷേട്ടനാണ് നമുക്ക് ഫുഡ് വാങ്ങിച്ചതെന്ന്, അത് കട്ടാവും. ഓക്കെ, എങ്ങനെ പോയാലും ഒരു 150 ദറംസ്, 150 ഒരു 10-200 രൂപ കയ്യിൽ വെച്ചിരുന്ന സേഫാണ്. ദുബായിക്ക് പോയിട്ട് വരാം, അടിച്ച് പൊളിച്ചിട്ടൊക്കെ വരാം, അത്യാവശ്യം നല്ല ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടൊക്കെ തിരിച്ചു വരാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് ടാക്സിയിലാണ് വന്നത്. രാവിലെ ഞാൻ ഉറങ്ങിയില്ല ഇന്നലെ. രാവിലെ 4 മണിക്ക് മെട്രോ കയറി യൂണിയൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ അജ്മാൻ ബസ് കയറിയിട്ട് സനയ എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ടാക്സി പിടിച്ചാണ് പിന്നെ നമ്മൾ കമ്പനിയിൽ വന്ന. ടോട്ടലി നമുക്കൊരു 200 ദറംസ് ബഡ്ജറ്റ് വെക്കണം ദുബായിക്ക് പോകണമെങ്കിൽ, സാധാരണ ഒരാൾ പോകണമെങ്കിൽ. ബാച്ചുലേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ അതേപോലെ പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് എങ്ങനെ എനിക്ക് ആയിട്ടുള്ളത് 173 ദറംസാണ് ആയിട്ടുള്ളത് ദുബായി പോയിട്ട് വന്നതിൽ. എല്ലാ ബില്ലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ബുർജ് ഖലീഫിൽ നിന്ന് തിരിച്ചു വന്നപ്പം ഉണ്ണിയപ്പം വിൽക്കുന്ന ഒരു ചേച്ചിയെ കണ്ടത്. നമ്മളത് ഷൂട്ട് ചെയ്തുകൊണ്ട് വന്നപ്പം ഞാനത് നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടിട്ടാണ് ഷോയിക്കൊണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനങ്ങനെ നടന്നു വന്നപ്പോൾ ചേച്ചി ഇങ്ങനെ ഉണ്ണിയപ്പം വിളിക്കുന്നത് എനിക്കിങ്ങനെ പാവം തോന്നി. അപ്പം അവിടെ നിന്ന് ഞാനൊരു പാക്കറ്റ് ഉണ്ണിയപ്പം വാങ്ങിച്ചായിരുന്നു. ഞാൻ കഴിച്ചു നോക്കില്ല, 5 ദറംസേ ഉള്ളൂ. ആഴ്ചയിൽ 2 ദിവസം കൊണ്ട് വരുമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ആരെങ്കിലും അവിടെ ഉള്ളവരാണെങ്കിൽ വാങ്ങിക്കുക, കഴിക്കുക. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തു, അതും കൂടി പറയാനായിട്ടാണ് ഞാൻ കഴിച്ചു. ഉമ്മേടാണ് പുള്ളിക്കാരി ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. കൊള്ളാം. ഉണ്ണിയപ്പം കൊള്ളാം കേട്ടോ. അപ്പം നിങ്ങൾ ആരെങ്കിലും അവിടെ ഉള്ളവരാണെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമോ 3 ദിവസമോ അവർ അവിടെ വരും. അപ്പം വീഡിയോ കാണുന്നവരാണെങ്കിൽ പോയി വാങ്ങുക, കഴിച്ചു നോക്കുക. നമ്മളെ കൊണ്ട് ഹെൽപ്പ് ചെയ്യുന്ന പറ്റുന്ന അവർക്ക് ചെയ്തു കൊടുക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കുക, ഇല്ലാത്തൊരു വാങ്ങിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ
ഞാനിത് പറയാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊരു നെക്സ്റ്റ് വീഡിയോയിൽ ഇതിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.